പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളിൽ ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾ. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളുടെ പരമ്പരയെ തുടർന്ന് പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തെക്കുറിച്ച് രാജ്യസഭയെ വിശദീകരിച്ചിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇത് വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമായി. പ്രതിപക്ഷ എംപിമാരുടെ മുദ്രാവാക്യങ്ങൾക്കിടയിൽ പാർലമെന്റിന്റെ ഉപരിസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജയശങ്കർ പറഞ്ഞു, പ്രധാനമന്ത്രി ഉയർന്നുവരുന്ന സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫലപ്രദമായ പ്രതികരണങ്ങൾ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഫെബ്രുവരി 28-ന് ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾ നടത്തി മുൻ സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ഭരണഗ്രൂപ്പിലെ നിരവധി പ്രധാന അംഗങ്ങളും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ബ്രീഫിംഗ് വരുന്നത്. അതിനുശേഷം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. വാരാന്ത്യത്തിൽ എണ്ണ ഡിപ്പോകളിലും ജല ഡീസലൈനേഷൻ പ്ലാന്റുകളിലും പുതിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പ്രാദേശിക അസ്ഥിരതയെക്കുറിച്ച് സർക്കാർ മുൻകൂട്ടി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. ഫെബ്രുവരി 20-ന് ഞങ്ങളുടെ സർക്കാർ ഒരു പ്രസ്താവന ഇറക്കി. ആഴത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുകയും എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിന് സംഭാഷണവും നയതന്ത്രവും പിന്തുടരണമെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷത്തിന്റെ ഗൗരവം എടുത്തു കാണിച്ചുകൊണ്ട് 2026 ഫെബ്രുവരി 28-ന് ഇന്ത്യ യുദ്ധത്തിൽ ഔദ്യോഗികമായി ആശങ്ക പ്രകടിപ്പിച്ചതായി മന്ത്രി സ്ഥിരീകരിച്ചു. മേഖലകളിലെ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിന് സംഭാഷണത്തിനും നയതന്ത്രത്തിനും ആഹ്വാനം അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം വർദ്ധിച്ചു വരുന്ന മരണങ്ങളിലേക്കും ഇറാനിയൻ നേതൃത്വത്തിന്റെ തകർച്ചയിലേക്കും ശ്രദ്ധ ക്ഷണിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ടെന്നും ജയശങ്കർ സഭയെ അറിയിച്ചു. പ്രാദേശിക സംഘർഷത്തെക്കുറിച്ചും മേഖലയിലെ ഇന്ത്യക്കാരും ഇന്ത്യയിലെ യാത്രക്കാരും നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കമ്മിറ്റിക്ക് ആശങ്കയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ഭീഷണിക്ക് മറുപടിയായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ എല്ലാ മന്ത്രിമാരോടും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ജയശങ്കർ സ്ഥിരീകരിച്ചു. ഭൂരാഷ്ട്രീയ അന്തരീക്ഷം ഗണ്യമായി വഷളായിട്ടുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. മേഖലയിലെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയും മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. രാജ്യസഭയിലെ ആഭ്യന്തര തടസ്സങ്ങൾക്കിടയിലും ഇന്ത്യ സർക്കാർ സമാധാനപരമായ ഒരു പരിഹാരത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി വാദിച്ചു. സംവാദവും നയതന്ത്രവുമാണ് എല്ലാ കക്ഷികൾക്കും സംഘർഷം ലഘൂകരിക്കാനുള്ള വഴികളെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഊർജ്ജ സുരക്ഷയും പ്രവാസി സുരക്ഷയും സംബന്ധിച്ച ചട്ടം 176 പ്രകാരം പൂർണ്ണമായി ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.